ശരണ്യ മോഹൻ and അരവിന്ദ് കൃഷ്ണൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ശരണ്യ പിന്നെ ചെറുതായി വരുന്നു. അപ്പൊ മോളുടെ അത്രയും ചെറുതായിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. സത്യമായിട്ടും കൈരളി ചാനലിലെ മറ്റേ വേലായുധത്തിന് മലയാളം ഇടാറുണ്ട്. അനിയത്തി രാജമ്മ, നീ രാജമ്മ എന്നൊക്കെ പറഞ്ഞു പടി കിടക്കും. കഴിഞ്ഞ അമ്മ വീട്ടിൽ വന്നപ്പോ ഒരു കാര്യം അറിഞ്ഞെന്ന് മൂന്നാമത് ഗർഭിണിയായെന്ന് വിളിച്ചു വരുത്ത് അഭിമാനിക്കാണ്. കാറ്റ് വന്ന് എന്റെ ഷോൾ ഇങ്ങനെ മാറിപ്പോയി. പുറത്തുനിന്നൊക്കെ കൺഗ്രാറ്റുലേഷൻസ് അരവിന്ദ്. ഞാനൊരു നല്ല ക്വസ്റ്റ്യൻ പനിയൊക്കെ നോക്കുന്ന ജനറൽ ഡോക്ടർമാർ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ പല്ല് ഡോക്ടർമാർ എന്താണ് ഉപയോഗിക്കുന്നത്? നന്നായിട്ടില്ലേ? മികച്ചത്. ഭയങ്കര ബുദ്ധിയാണ്. താങ്കളുടെ ബുദ്ധിയുടെ നിലവാരം ഞങ്ങൾക്ക് അറിയാം. എന്തിനാ ഒരു ഗോസിപ്പ് പോലും കേൾപ്പിക്കാത്ത നടിയല്ലേ? ചില കുൽസിത റീലുകളൊക്കെ ഇടുമ്പോൾ ഭാര്യ എന്താണ് പറയാറുള്ളത്? ചിലരുടെ തലയൊക്കെ ഇങ്ങനെ കുനിഞ്ഞു പോകുന്ന ദേഷ്യം വന്നു കഴിഞ്ഞപ്പോ നീ കാണുന്ന മുഖമൊന്നുമല്ല. അല്ല നിങ്ങൾ ഒരു ഫോറിൻ ട്രിപ്പുകളൊന്നും കാണാറില്ലല്ലോ, അതെന്താ? ചെയ്യാത്ത കോവളം, വിഴിഞ്ഞം, വട്ടിയൂർക്കാവ് ഇങ്ങനെ കറങ്ങല് മാത്രമേ വിദേശ രാജ്യങ്ങളെ ഇവിടെയൊക്കെ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയണെങ്കിൽ എടുത്തു നോക്കാം. അതിനകത്ത് ലാസ്റ്റ് വന്ന കോൾ ഏതാന്ന് ശരണ്യ എടുത്തു നോക്കാം. ചെറിയ ഡോക്ടർ നശിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ. കുടുംബം കലക്കി ഒത്തില്ല. എനിക്ക് നാളെ വരും. ഇനി ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനായി ടെൻഷൻ അടിക്കേണ്ട. SMET, the complete solution for your educational enquiries. ശരണ്യ മോഹൻ and അരവിന്ദ് കൃഷ്ണൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നമ്മളിങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോഴേ ഞാൻ സാധാരണ ക്ലീശ പറയാറുള്ള ഡയലോഗാണ്, എന്നാൽ തന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ശരണ്യ പിന്നെ ചെറുതായി വരുന്നു. ഭർത്താവ് അത്ര ചെറുതാവുന്നില്ലല്ലോ. പട്ടിണിയും പരിപാടി അല്ല, അവളുടെ കൂടെ പങ്ക് ഞാനാ കഴിക്കുന്നത്. അതെ, തുടങ്ങുമ്പോൾ ഇതൊന്നും പറയല്ലേ എങ്ങനെയാണെങ്കിലും, അല്ലെങ്കിലേ എനിക്ക് ഏറി നിറങ്ങാൻ നേരമില്ലാത്ത അവസ്ഥയാണ്. അവിടെ സെറ്റിൽ ആയെന്ന് അറിഞ്ഞു. കഴിഞ്ഞ അമ്മ വീട്ടിൽ വന്നപ്പോ ഒരു കാര്യം അറിഞ്ഞെന്ന് മൂന്നാമത് ഗർഭിണിയായെന്ന്. വിളിച്ചു വരുത്ത് അഭിമാനിക്കാണ്. എന്താ സംഭവിച്ചേ? ജസ്റ്റ് നമ്മൾ ഇറങ്ങി വന്നപ്പോ ഇങ്ങനെ കാറ്റ് വന്ന് എന്റെ ഷോൾ ഇങ്ങനെ മാറിപ്പോയി. അപ്പൊ ഈ സെക്കൻഡ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു ടൈമാണ്. അപ്പൊ നമുക്ക് ഈ മമ്മി പൂച്ച കാണുമല്ലോ, അത് കണ്ടപ്പോഴത്തേക്കും മൂന്നാമത് പേജ് എടുത്തിട്ടതാ. അല്ല, അത് അറിഞ്ഞപ്പോഴത്തേക്ക് അരവിന്ദിന്റെ സർപ്രൈസ് എന്തായിരുന്നു? അല്ല, നമുക്കത് വിഷയമല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ പുറത്തുനിന്നൊക്കെ കൺഗ്രാറ്റുലേഷൻസ് അരവിന്ദ്. എന്റെ ഫ്രണ്ട് ഓസ്ട്രേലിയ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ. അപ്പൊ അവരാ ലിങ്ക് അയച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കണം വിചാരിക്കായിരുന്നു, ഈ ഭർത്താവ് ഡെന്റൽ ഡോക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡെന്റൽ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന ഭാര്യയാണ്. ഞാനോ? ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുമ്പോ തന്നെ എന്റെ പല്ലിലേക്ക് നോക്കിയാ കമന്റ് പറഞ്ഞത്. എനിക്ക് ഒരു ഇടമ്പല്ലുണ്ടായിരുന്നു. ആ പല്ലൊന്ന് കാണിച്ചേ നോക്കട്ടെ. അതെനിക്കറിയില്ല. അത് ആക്ച്വലി പെണ്ണ് കാണാൻ വന്നപ്പോൾ ഈശ്വര ഇത്രയും വലിയ കട്ടപ്പല്ല് വെച്ചിട്ടാണ് എന്റെ അടുത്ത് കമന്റ്. എനിക്കെന്തോ ആവാലോ. അതെ, എനിക്ക് എന്തോ ആവാലോ. എന്താ പറഞ്ഞത് ആദ്യം? എനിക്കൊരു പല്ല് കമ്പി ഇടണം എന്ന് പറഞ്ഞു. അതെ, എന്നിട്ട് കമ്പി ഇട്ടോ? ഞാൻ ഇട്ടു. അതുകൊണ്ടല്ല, എനിക്ക് പല്ല് തിരിഞ്ഞു വന്നിട്ട് നാക്ക് തട്ടാൻ തുടങ്ങി. മറ്റേ എല്ല് കൂടുതലാന്ന് പറഞ്ഞ പല്ല് കൂടുതലായിരുന്നു. ഒരു പല്ല് കൂടുതൽ. അപ്പൊ അത് തിരിഞ്ഞു വന്നിട്ട് നാക്ക് ഇങ്ങനെ തട്ടി തട്ടി പറയുമ്പോഴത്തേക്കും മലയാള ആക്സെന്റ് ഇട്ട് പറയും. അപ്പൊ പിന്നെ അത് ബുദ്ധിമുട്ടായപ്പോ അതെടുത്ത് മാറ്റിയിട്ട് കറക്റ്റ് ചെയ്തു. കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെ ശരണേനെ എല്ലാ വർഷവും ജനറൽ അമ്മ മീറ്റിങ്ങിലൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ അടുത്തിടെയായിട്ടാണല്ലോ ശരണ അങ്ങോട്ടൊക്കെ വന്നു തുടങ്ങിയത്.
അങ്ങനെയാണോ? അത് ആദ്യം കല്യാണം കഴിഞ്ഞ് ബിസിയായി, അത് കഴിഞ്ഞപ്പോ ആദ്യത്തെ പ്രസവം ബിസിയായി, പിന്നെ രണ്ടാമത്തെ പ്രസവം ബിസിയായി, പിന്നെ ഫ്രീ ആയി. പിന്നെ കൊറോണ വന്ന് ബിസിയായി. ഓ, അങ്ങനെ പോയതാ. അല്ലാതെ വേഗം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടല്ലായിരുന്നല്ലേ? പോവാറുണ്ട് മോസ്റ്റ്ലി മിക്ക ഇതിനും. അതല്ല, നമുക്ക് കണ്ട് 3 വർഷം കഴിഞ്ഞ് പോയില്ലെങ്കിൽ കട്ട് ചെയ്യും മെമ്പർഷിപ്പ്. നമ്മള് വളർന്ന് വലുതായി, നമ്മുടെ കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ ചാക്കോച്ചൻ എടുത്ത് പൊക്കുന്ന സാധനത്തില് ചാക്കോച്ചൻ പറയുന്ന ഡയലോഗ്, അതായത് അനിയത്തി പ്രാവില് ഞാൻ ഇതുപോലെ ചോട്ടയെടുത്തപ്പോ പൊക്കിയെന്ന് ആണ്. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് ആയോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു മനസ്സിൽ കൂടെ പോയെ? മനസ്സിൽ കൂടെ പോയ ആ സമയത്ത് കാര്യം ഇപ്പൊ ഓർമ്മയില്ല. ഇല്ല അതെ, ആ അപ്പൊ മനസ്സിൽ കൂടെ പോയത് എന്തോ പോയി. അല്ല, നമുക്ക് ഒന്ന് അത്രയും ആ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് ഇത്രയും വരെ ഒന്നുമില്ലെങ്കിൽ ഇവരുടെ ഇടയിലെ ആൾക്കാരെ കാണുക, ഇപ്പോഴും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. പുള്ളിക്കൊരു വലിയ മാറ്റമൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. അതെ, അപ്പൊ അത് കഴിഞ്ഞ് മോളെ എടുത്ത് പൊക്കുക എന്ന് പറയുമ്പം അത് അതിലേറെ സന്തോഷം. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇതിന് എല്ലാത്തിനോട് എവിടെയാ സമയം കിട്ടുന്നത്? അതായത് നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഡാൻസ് സ്കൂൾ നോക്കണം, അതിനിടയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അത് നോക്കണം, ഇതെല്ലാം കൂടെ എങ്ങനെയാ സമയം കിട്ടുന്നത്? ഇപ്പൊ ഒന്ന് ബേസിക്കലി ഡാൻസറാണ്. ഇപ്പൊ 2 പ്രസവമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോറും ശരീരമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ തിരിച്ച് എനിക്ക് അങ്ങനെ വണ്ണം വെച്ചിട്ടുള്ള എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ശീലമേ ഇല്ല. അപ്പൊ തിരിച്ച് ഞാനാവുക എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം കുടുംബമാണെങ്കിലും ഇപ്പൊ ഭർത്താവ്, കുഞ്ഞുങ്ങള്, ബാക്കി കാര്യങ്ങളാണെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. തീർച്ചയായിട്ടും. ഒരു 60 വയസ്സ് അയ്യോ ആ സമയത്ത് എനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കായിരുന്നു തോണ്ട കാര്യം അന്നില്ല, ഇപ്പോഴേ ചെയ്യാം. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നീറ്റായിട്ട് സൂക്ഷിക്കുക, നമുക്ക് കുറച്ച് സമയം സെൽഫ് കെയർ, സെൽഫ് ലവ്, ഇതൊക്കെ ഉണ്ട് ഇതിന്റെ. കുറച്ച് നീറ്റായിട്ട് ആൻസർ കൊടുക്കാൻ വിശ്വസിക്കാനാകാതെ ഒരു കട്ടൻ ചായ. നമ്മളിപ്പോ ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര ഒരു സെലിബ്രിറ്റി സ്റ്റാർട്ട് നിന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഫൈനാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ചുരുങ്ങുന്നു, നമ്മുടെ കയ്യിൽ പെട്ടെന്ന് സിനിമ ചെയ്തോണ്ടിരുന്ന പോലെ പൈസ വരുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക സമ്മർദ്ദം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്ന്, ഞാൻ അങ്ങനെ അമിതമായിട്ട് ചെലവാക്കുന്ന ആളല്ല പണ്ട് തൊട്ടേ. ഇപ്പൊ ഞാൻ ജനിച്ചതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയില്. അപ്പോൾ എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഞാനും അച്ഛനും അനിയത്തി അമ്മയും ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. സ്കൂളിൽ പഠിക്കുമെങ്കിലും ഒരു 5 വയസ്സ് തൊട്ട് എന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് അച്ഛൻ്റെ അമ്മയുടെ സ്റ്റുഡൻസ് വരുമ്പോൾ ഞാൻ പഠിപ്പിക്കും. പിന്നെ നമ്മുടെ ഇടയിൽ അങ്ങനെ കണക്ക് കുറച്ചിലും കാര്യങ്ങളൊന്നുമില്ല. അന്ന് തൊട്ട് പിശുക്കെന്നല്ല, പക്ഷെ മിനിമത്തിലാണ് ജീവിക്കാൻ പഠിക്കുന്നത്. അത് ഇപ്പോൾ ഒരു വരുമാനം വരുമ്പോഴും ഞങ്ങൾ അതനുസരിച്ച് തന്നെയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് സേവ് ചെയ്യും, ആവശ്യത്തിന് ചെലവാക്കും. പിന്നെ ഒത്തിരി ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും അന്നും ഇല്ല ഇന്നുമില്ല എന്ന് വെച്ചാൽ എനിക്ക് അത് തോന്നിയിട്ടില്ല. ശരി, അതിന് ഭർത്താവിന്റെ സപ്പോർട്ട് എത്രമാത്രമാണ് ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ? അത് വേറെ കാര്യം. അതായത് കല്യാണം കഴിച്ചിട്ട് വന്ന സമയത്ത് ഞാൻ ഒരു കാര്യം അവളത് പറഞ്ഞു, അതായത് ഫിനാൻഷ്യലി നീ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. കാരണം ഇപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ, ഞാൻ ക്ലിനിക്കാണ്. അപ്പം എൻ്റെ ക്ലിനിക്കിൻ്റെ സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സീസൺ ടൈം ആകുമ്പോഴേക്കും ഒരുപാട് പേഷ്യൻസ് വരും, സീസൺ ഓഫ് ആകുമ്പോഴേക്കും ഡിപ്പ് ചെയ്യും. അപ്പം ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാടായിരിക്കും. അത് മാത്രമല്ല എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, ആർട്ട് എന്ന് പറഞ്ഞ സാധനം നിൻ്റെ കയ്യിലൊരു ഐറ്റം ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അവൾക്ക് ആദ്യം പറഞ്ഞാൽ നിനക്ക് ഇപ്പോൾ ഒരു ഡാൻസ് സ്കൂൾ സെറ്റ് ചെയ്തു, നമുക്ക് സ്ഥലമുണ്ട്, സെറ്റ് ചെയ്തു. അപ്പം അവൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതേ പോളിസിയാണ് എൻ്റെ അച്ഛൻ്റെ. അപ്പൊ എനിക്ക് ഇവര് തമ്മിൽ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം ഇപ്പൊ ഞങ്ങള് വീട്ടിലാണെങ്കിലും ഇപ്പം പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു 1000 ഉണ്ടെങ്കിൽ 1000 കടം ചോദിക്കും അച്ഛൻ, പക്ഷെ ഇൻട്രസ്റ്റ് ഒന്നും തരില്ല, 1000 രൂപ തിരിച്ചു തരും. അല്ല അങ്ങനെയല്ല, അപ്പം നമ്മള് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതേപോലെ ഡിപ്പെൻഡൻ്റ് ആവരുത്. എന്നാൽ നമുക്കുള്ളില് ആ ഒരു ബോണ്ടിങ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ എല്ലാ കാര്യവും അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളല്ല. വീട്ടിലാണെങ്കിലും കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും ഒരു അഭിപ്രായം എടുക്കും. കല്യാണത്തിന് ശേഷമാണെങ്കിലും ഇവിടെ വീട്ടിലുള്ള ആൾക്കാരെ അവിടെയും ഞാൻ വിളിക്കും, അവരെ ബാധിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ. പക്ഷെ അപ്പോഴും എപ്പോഴെങ്കിലും സിനിമയിലേക്ക് ഇനി പോകണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മനസ്സിൽ? പോകണ്ടെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എന്തിനു വേണ്ടെന്ന് തോന്നണം? അല്ല അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞു ഞാൻ സിനിമയിലേക്ക് ഇല്ല എന്ന് കുറെ സിനിമ നടിമാര് പറയാറില്ലേ? ഒന്നാമത്തെ കാര്യം, ഇപ്പം സിനിമ ഫീൽഡിനെ പറ്റി അറിഞ്ഞൂടാത്തൊരു ഭർത്താവാണ് അതിനെപ്പറ്റി ഒരു
ടെൻഷനുള്ള ഒരു ഭർത്താവാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സാധനത്തിനകത്ത് പ്രസക്തിയുണ്ട്. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കും കംപ്ലൈന്റ് ചെയ്യാനോ എനിക്ക് ഒരു പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വിശ്വാസമാണ്, എൻ്റെ അഭിമാനമാണ് അതെല്ലാം. പിന്നെ അതറിയുന്ന ഫാമിലിയാണ്. ഞാൻ എങ്ങനെ എൻ്റെ ഡാൻസിനെ കൊണ്ടുപോകണോ അതേ പ്രൊഫഷണലി അതേ രീതിയിൽ തന്നെ എൻ്റെ അഭിനയത്തെയും വരികയാണെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ഒന്ന് എൻ്റെ ഡിസിഷൻ, പിന്നെ അതേപോലെ ഇവരുടെ സപ്പോർട്ടും. അപ്പോൾ അത് കാരണം ഇനി സിനിമ ചെയ്യണ്ട അങ്ങനെയുള്ള ഒരു ഇൻസിഡൻസും നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഇൻസിഡൻസ് ഒന്നും എനിക്ക് സിനിമയിലില്ല. എനിക്ക് പോലും കേൾപ്പിക്കാത്ത നടിയല്ലേ? അല്ലേ ഒരു പോലെ. ഭർത്താവ് പല്ലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? പല്ല് തേക്കണം. അത് സ്കൂളിൽ പോകേണ്ട കാര്യം പോകുമ്പോ നമ്മള് വീട്ടിൽ പറഞ്ഞില്ലേ? ഭർത്താവ് ചോദിച്ചതിന് ഉത്തരം കേട്ടായിട്ട് പറഞ്ഞു. അത് മതി. ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനാണെങ്കിൽ പല്ല് സംശയങ്ങളും പല്ല് ചോദ്യങ്ങളും എടുത്തു വെച്ചോണ്ടിരുന്നിട്ട് വെറൈറ്റി ഡോക്ടറോട് ചോദിക്കാന്നുള്ള എന്തോ കാര്യമായിട്ട് എന്തോ ബ്രാൻഡിങ് ചെയ്യാനുള്ള ഇതാണ് കേട്ടോ. എന്നോട് ഇന്ന് വരുന്നതിന് ശരണ പറഞ്ഞ ക്ലീശ ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. ഈ ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ഇന്ന് വരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? താങ്കളുടെ ബുദ്ധിപരമായ കാര്യം ഇന്റർവ്യൂ കൊടുക്കുന്നത് കാര്യം മനസ്സിലാക്കണം. താങ്കളുടെ ബുദ്ധിയുടെ നിലവാരം ഞങ്ങൾക്ക് അറിയാം. എന്തിനാ ചോദിക്കുന്നേ? മക്കളൊക്കെ ഇപ്പൊ സിനിമ കാണുമ്പോഴത്തേക്കും അമ്മ കരയുന്ന കണ്ട് കൂടെ കരയുന്ന മക്കളാന്നറിയാം. മറ്റേ വേലായുധ സിനിമയിലൊക്കെ മരിക്കുന്ന ബോംബ് അന്നും എന്റെ മോൻ കാണുകയേ ഇല്ല. ആണോ? അയ്യോ, ഒരു പ്രാവശ്യം കണ്ട് അബദ്ധവശം ഇങ്ങനെ ടി വിയിലോ എന്തോ ഇതിൽ വന്നപ്പോഴത്തേക്കും കണ്ടിട്ട് പിന്നെ വിജയമാമനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിജയമാമൻ എന്ന് പറയുന്നത് വിജയമാമനെയൊക്കെ ഇഷ്ടം. പക്ഷെ അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. പിന്നെ അമ്മ അങ്ങനെ അച്ഛൻ മതി കൂടുതൽ ഡാൻസ് കളിക്കാനും പട്ടോടന് എൻ്റെ മോള് പറയുന്നത്. അല്ല, നമ്മൾ ഡ്യുവറ്റ് സോങ് ഒക്കെ കാണുമല്ലോ. ഡ്യുവറ്റ് സോങ്ങിൽ ഇപ്പൊ പാലക്കാട്ട് പക്കം തന്നെ എടുത്താൽ പോലും പൂനി വന്നിട്ട് അറിയാം അച്ഛനെന്താ വിളിക്കുന്നത്. പക്ഷെ ആ പാട്ട് അവള് പാടുന്ന നല്ല രസമാണ്. രാജമ്മ നീ രാജമ്മ എന്നൊക്കെ പറഞ്ഞു പാടി കിടക്കും. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞേ അടുത്ത വഴക്കിട്ട രണ്ടാമത്തെ ഡയലോഗ് എന്തോ ഒരു കല്യാണാലോചനയാണ് എനിക്ക് വന്നതാ, എന്നിട്ട് ഈ കൊരങ്ങനെയാണല്ലോ കല്യാണം കഴിച്ചത് എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഡയലോഗ്. എനിക്കൊരൊറ്റ ആലോചന എന്നുള്ള ഞാൻ ഒരാളെ പെണ്ണ് കണ്ടുള്ളൂ. അങ്ങനെയായിരുന്നോ? അയ്യോടാ, വേറെ ഓപ്ഷൻസ് കൊടുക്കാൻ സമയം. പക്ഷെ സിനിമയിൽ നിന്നൊക്കെ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടാവല്ലേ? അച്ഛനോട് ചോദിക്കണം. ശരി, ആ സമയത്ത് ഫോൺ പോലും ഇല്ലാത്ത കുട്ടിയായിരുന്നല്ലോ. ഫോണില്ല, ഞാൻ ഫ്രണ്ട്സ് ഇല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവില്ല. ഇദ്ദേഹത്തിന്റെ പഴയ സ്കൂൾ മേറ്റ്സ് ആണ്. അല്ലാണ്ട് ഇൻഡസ്ട്രി വൈസ് എനിക്ക് അങ്ങനെ സുഹൃത്തുക്കൾ മീൻസ് അങ്ങനെ എപ്പോഴും വിളിച്ച് സംസാരിക്കുക അപ്പൊ ഉള്ളവരൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഭാര്യക്ക് വലിയ ക്ലിപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? മാത്രം ചോദിച്ചാൽ മതി. ഓ മൈ ഗോഡ്, പറയുന്നില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഞാനൊരു ഭയങ്കര സെലിബ്രിറ്റിനെയാണല്ലോ കല്യാണം കഴിച്ചെന്നുള്ള ഒരു തോന്നൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഫംഗ്ഷന് പോകുമ്പോഴേക്കും അവള് സെലിബ്രിറ്റി ആണ് എന്നുള്ള സിറ്റുവേഷൻ എനിക്കറിയാം. പക്ഷെ എനിക്ക് അങ്ങനെ എന്തോ പണ്ടുതൊട്ടേ അങ്ങനെ ഒരു ഫീൽ ഇല്ല. പണ്ടുതൊട്ടേ അവൾ എന്നോട് കാണിക്കുന്നൊരു റിയാക്ഷൻ അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ജാട കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സെലിബ്രിറ്റി ഫീൽ വന്നേ. അപ്പൊ ഈ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഇരുന്നേനെ. 5 അടി 7 വലിയ ആഗ്രഹമായിരുന്നു 5 അടി 7 ഇഞ്ചുള്ള പെൺകുട്ടി വേണം മിനിമം. എന്റെ ഹൈറ്റിന് 5 അടി 7. ഇപ്പൊ ഞാൻ പുച്ഛിക്കാറുണ്ട്. ഇത് ഞാൻ പറയട്ടെ, ശരണിക്ക് ഇനി വീണ്ടും ഒരു റീ എൻട്രി വരികയാണെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കണം എന്നായിരിക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത്? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവള് വേറെ എല്ലാവരുടെയും പേരും പറയും. ഇല്ല, അങ്ങനെ ഞാൻ ആരുടെ കൂടെ എന്നുള്ളതല്ല, എനിക്ക് നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളതുണ്ട്. അതിപ്പം ഹീറോ മാത്രല്ലല്ലോ, എത്രയോ അല്ലാണ്ട് സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനും നല്ല ടീമും വെച്ചിട്ട് സിനിമ ഹിറ്റ് ആവുന്നില്ല. വളരെ ആക്സിഡന്റൽ ആക്ടറാണോ? അതെ. ആണോ? ഇപ്പൊ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഉർവശി ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്, സിനിമ നമ്മളെ ചൂസ് ചെയ്യണം, നമ്മളല്ല സിനിമയെ ചൂസ് ചെയ്യുന്നത്. അത് ശരിയാണ്. കാരണം എവിടെയൊക്കെ ഇരുന്ന ആൾക്കാർ എത്രയോ സ്ക്രിപ്റ്റും ഡിസ്കഷൻസും നടക്കുന്നു. പക്ഷെ അവരിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നമ്മളെ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്തൊരു അങ്ങനെ വന്ന
ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇനി സെക്കൻഡ് എൻട്രി എന്ന് പറയുകയാണെങ്കിലും അങ്ങനെ ആരെങ്കിലും നല്ല കഥാപാത്രമായിട്ട് വിളിച്ചാൽ ചെയ്യും, അത്രേ ഉള്ളൂ. മക്കളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലുതായി പോകുന്നു, അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴെങ്കിലും ഉണ്ടാവാറുണ്ടോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറിണ്ടിട്ട് മോൻ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഹൈറ്റ് നോക്കും. അതൊക്കെ എന്നിട്ട് ഞാൻ അമ്മ 6 feet ആവുമ്പോ ഞാൻ അമ്മയെ നോക്കിയിട്ട് ഹായ് അമ്മ എന്ന് പറയും. അപ്പൊ അമ്മ എന്നെ മേലോട്ടേക്ക് എന്താ മോനേന്ന് ചോദിക്കണേ. ഡെഫിനറ്റ്ലി അതൊരു നാച്ചുറൽ പ്രോസസ് ആണല്ലോ, നിർത്താൻ പറ്റില്ലല്ലോ. കൊഞ്ചിക്കുക, നമ്മുടെ കൂടെ കിടത്തുക, അതൊക്കെ ഒരു സമയമാണ്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ആ സമയങ്ങളൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അച്ഛനും ഭയങ്കര ടൈം ടേബിൾ വെച്ച് നോക്കുന്ന ആളാണോ? അതായത് കുട്ടികൾക്ക് വേണ്ടി ഇത്ര ടൈം കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മള് ടൈം ടേബിൾ ഒന്നും വെച്ചൊന്നും ചെയ്യാറില്ല. അത് നടക്കാറില്ല, ഇതൊക്കെ വെറുതെ പറയല് മാത്രം. നമ്മൾ എല്ലാ മാസം 1-ാം തീയതി എഴുതി വെക്കും, നാളെ മുതൽ. ആണോ? അങ്ങനെ ഇന്ന സാധനം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കും, പലപ്പോഴും നടക്കാറില്ല. പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. പിന്നെ സ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോ യാത്രകളിലാണെങ്കിലും എല്ലാം മിക്കതും മക്കളും കാണും. പിന്നെ മാക്സിമം വീട്ടിൽ തന്നെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഒരു ഫോറിൻ ട്രിപ്പുകളൊന്നും കാണാറില്ലല്ലോ, അതെന്താ? ചെയ്യാത്ത കാരണം മെയിൻ പ്രശ്നം എന്നറിയോ, ഇപ്പൊ എന്റെ കേസായാലും അവളുടെ കേസായാലും കോവളം, വിഴിഞ്ഞം, വട്ടിയൂർക്കാവ് ഇങ്ങനെ കറങ്ങല് മാത്രമേ വിദേശ രാജ്യങ്ങളായി ഇവിടെയൊക്കെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ സ്വന്തം സ്ഥാപനമാണ്. അതാണ് പ്രശ്നം. വല്ലവരുടെ സ്ഥാപനമാണെങ്കിൽ നമുക്ക് ലീവ് എടുത്തു പോവാം, നടക്കൂല. ഇത് 1-ാം തീയതി ആകുമ്പോ ശമ്പളം കൂടെ എനിക്ക് പണ്ടൊക്കെ 1-ാം തീയതി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അത്ര ശമ്പളം മേടിക്കാൻ വെറും ബൂർഷ്വാസി. അവിടെ ഡോക്ടേഴ്സിനോട് കൊടുക്കണം, പൈസ കൂടുതൽ. അപ്പൊ അത് കാരണം അങ്ങനെയാണ് പ്രശ്നം. സമയം കിട്ടാറില്ല എന്നുള്ളതല്ലേ? സമയം കിട്ടുന്നതല്ല, നമുക്ക് ഈ നമ്മുടെ പ്രയോറിറ്റീസ് മാറി, അതാണ് മെയിൻ കാര്യം. സത്യം. വെഡിങ് ആനിവേഴ്സറി മറന്നു പോയി കഴിഞ്ഞാൽ ശരണ്യയുടെ റിയാക്ഷൻ എന്താണ്? ഞാൻ വെഡിങ് ആനിവേഴ്സറി, അരവിന്ദ് വെഡിങ്, അതാണ് അവിടെ ഒരു പ്രശ്നം. തിരിച്ചാ സംഭവിക്കുന്നത്. ഡേറ്റ് ഓർമ്മയുണ്ടാവും, ഞാൻ എന്ന് ഇവളുടെ അടുത്ത് കല്യാണത്തിന് കാര്യം ചോദിച്ചെന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മറക്കും, കാരണം നമ്മൾക്ക് അന്നത്തെ ദിവസം ഇപ്പൊ ജൂൺ ജൂലൈ എന്നൊക്കെ പറയുമ്പോ സ്കൂളിൽ കുട്ടികളെ വിടേണ്ട തിരക്കല്ലേ, എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്നത് ഒരു 11 മണിയാകുമ്പോഴാണ്. അപ്പോഴത്തേക്കും പിന്നെ അതിന് മുന്നേ ചേട്ടൻ വന്ന് പറയുന്നത് എന്താന്ന് ഓർമ്മയുണ്ടോ? അങ്ങനെ ആണല്ലേ, അയ്യോ കഴിഞ്ഞു പോയല്ലേ, ഇങ്ങനെ അങ്ങനെയാണല്ലേ? സാധാരണ എല്ലാ വീടുകളിലും തിരിച്ചല്ലേ സംഭവിക്കുക? എന്ത് ചെയ്യാൻ? എനിക്ക് അങ്ങനെ തീരെ ഓർമ്മക്കുറവൊന്നുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞേ. അങ്ങനൊന്നുമില്ല. ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ഭർത്താവിന്റെ ആ ഡെന്റിസ്ട്രി സ്കിൽസിനെയൊക്കെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ ഉണ്ടാവും ഭാര്യയുടെ റിയാക്ഷൻ. അത് ഞാൻ ആദ്യമേ കാണിച്ചു കൊടുക്കാം. എന്റെ അങ്ങനെയല്ല, ഞാൻ ചേട്ടനെ ചില സമയത്ത് എനിക്ക് മറ്റേ അപ്പൊ ഇവിടെ ഇരുന്ന് ചൂളു വാട്സാപ്പ് മെസ്സേജ് ഒക്കെ വരും. ചില മെസ്സേജസ് വരുമ്പോഴും ഞാൻ ഇദ്ദേഹത്തിന് കണ്ടാ 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 എനിക്ക് ഫാൻസ് ഉണ്ട് അപ്പൊ അവളിങ്ങനെ സൂക്ഷിച്ചും കണ്ടൊക്കെ. പിന്നെ എന്നെ പിന്നെ എല്ലാവരും ആസ്ഥാന ബ്രോ ആക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ അങ്ങ് പോകും. അങ്ങനെയൊക്കെ എല്ലാ കള്ളന്മാരും പറയുന്നത് മനസ്സിലായോ? ഒരു ഇതുമില്ല. ഒരാൾ ഭയങ്കര കാര്യമായിട്ട് ഭാര്യയെ പുകഴ്ത്തുന്നത് കാണുമ്പോൾ അരവിന്ദന്റെ റിയാക്ഷൻ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ കല്യാണം കഴിച്ചത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ അങ്ങനെ കാര്യമായിട്ടിരുന്ന? ചിലരാക്കാൻ വേണ്ടി ചോദിക്കും. എന്നുവെച്ചാൽ ഇപ്പം നമ്മളൊരു പബ്ലിക് ഫംഗ്ഷന് പോകുമ്പോൾ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തോട്ടെ, ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഒരു പയ്യൻ വന്ന് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയെ കാണാനും ഫോട്ടോ എടുക്കാൻ എത്ര ആൾക്കാർ, ചേട്ടന് വിഷമമൊന്നും തോന്നുന്നില്ലേ? ഇതറിഞ്ഞിട്ടാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്, അപ്പൊ ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഉള്ളിനുള്ളിൽ ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നാറില്ലേ? അങ്ങനെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഭാര്യയെ കൊണ്ട് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെങ്ങനെ? ഞങ്ങൾ സ്വാമി ബ്രോ ഫാൻസ്. അല്ലല്ല, കാര്യമായിട്ട് പെൺകുട്ടികൾ വന്നിട്ട് ചേച്ചിക്കൊന്നും തോന്നരുത് കേട്ടോ. ആ വെച്ച പല്ല അത്ര പോരാന്ന് ഒരു പേഷ്യന്റ് വന്ന് പറയുമ്പോൾ അവരെ സമാധാനിപ്പിക്കുന്ന ഡോക്ടർ അരവിന്ദ് എങ്ങനെയാണെന്ന് ഒന്ന് ശരണ്യെ അഭിനയിച്ച് കാണിക്കാവോ? അല്ല, ചേട്ടൻ ഭയങ്കര ജെന്യുവൻ ആണ്. കാരണം ഇപ്പോൾ ക്ലിനിക്കിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഇത്തിരി ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. കാരണം ഫോറിൻ പേഷ്യൻസ് ഒക്കെ വരും, അപ്പം വർക്ക് ക്ലീൻ ആയിരിക്കണം എന്ന്
ഭയങ്കര നിർബന്ധമാണ്. അത് ചില പേഷ്യൻ്റ് ഒക്കെ വരും, ചില പേഷ്യൻ്റ് ഒക്കെ ചില സമയത്ത് നല്ല പേഷ്യൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് അവരുടെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന മുഖമൊന്നുമല്ല അല്ല അല്ലേ എന്ന് പറഞ്ഞു പോകാൻ പറ്റും. അങ്ങനെയൊന്നും പറയില്ല. ഇല്ല അല്ല ദേഷ്യം നമ്മൾ മാക്സിമം മറ്റേ പേഷ്യൻ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പേഷ്യൻ്റ് മാനേജ്മെന്റിൻ്റെ അകത്ത് നമ്മൾ മാക്സിമം മറ്റേ അങ്ങേ അറ്റം വരെ നമ്മൾ താഴ്ന്നു നിൽക്കും. ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, യു ക്യാൻ പ്രിഫർ സമ്മൺ എൽസ് എന്നുള്ള സാധനം പറയേണ്ടി വരും. അത് അങ്ങനെ നടക്കത്തില്ല. ഫേസ് മാറിയത് കണ്ടോ? സത്യം സത്യം ചേഞ്ച് സൈക്കോ ഷമ്മിയെ ഞാൻ എവിടെയോ കണ്ടു. ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് അനാവശ്യമായി ഭയങ്കരമായി ബഹളം ഉണ്ടാക്കിയ ഇന്നലെ രാവിലെ കൂടെ അടി ഉണ്ടാക്കിയതാണ്. അതൊക്കെ അങ്ങനെയാണ്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യം മതി. നമ്മളിപ്പോ ഞാൻ അങ്ങനെ എപ്പോഴും വഴക്കൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും. അപ്പൊ എനിക്ക് അറിയാം ഇപ്പൊ കിട്ടും. ചിലത് മൈൻഡ് ചെയ്യാണ്ട് പോകും, ചിലത് നമ്മള് ചുമ്മാ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് വേണ്ട, ശരി ഓക്കെ എനിക്ക് ചെയ്യാൻ പിന്നെ ഇങ്ങനെയാ. ഞാൻ പിന്നെ പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ അത് തെറ്റിപ്പോയി. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ല എന്താ നമ്മുടെ വീട്ടിലാണല്ലോ, അവിടെയും പോയി എനിക്കൊരു കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ. കുടുംബം കലക്കി. അങ്ങനെയാണെങ്കിൽ ഈ ശരണ്യയുടെ മുഖത്ത് ഏറ്റവും ഉണ്ടാകാറുള്ള 3 ഭാവങ്ങൾ അരവിന്ദ് അഭിനയിച്ച് കാണിക്കാവും. ഒന്ന് ഒരുപാട് എക്സ്പ്രഷൻസിന്റെ മുഖമാണ്. വേറെ എന്തൊക്കെ വരുന്നു. ഇപ്പൊ നേരത്തെ കാണിച്ചാൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയാണ് ആ സാധനം ഉണ്ട്, ഒരു പ്രത്യേക ഒരു ആംഗിൾ. പുറത്തേക്കൊന്നും കാണിക്കില്ല, ഭയങ്കര ഡീസന്റ്. പിന്നെ ഈ ചിരി ഇത് ഫുൾ ടൈം. ഇത് പിന്നെ ദേഷ്യം വന്നു കഴിയുമ്പോഴേക്കും വേറൊരു മുഖമുണ്ട്. അത് എൻ്റെ അടുത്തല്ല, വെളിയിൽ പാർക്കിന് നല്ല ചൊറിഞ്ഞു കയറുകയാണെങ്കിൽ അത് മുഖത്തറിയും. എന്റെ മനസ്സിലുള്ളത് ഫേസിലേക്ക് വരും വേഗം. ഈ 3 ഭാഗങ്ങൾ എപ്പോഴും വരും. എനിക്കൊരു ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം പറയട്ടെ, ആ യാരഡിനി മോഹനിലെ ആ സാധനം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? മറ്റേ ഐ ലവ് യു ആരുടെ മുഖത്തേക്ക് പറയാൻ. അതാണ് പ്രശ്നം. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ധനുഷിനെ ഒക്കെ കൊണ്ടുവരേണ്ടി വരുമെന്ന് തോന്നുന്നു. ഒട്ടും പറയില്ല. അല്ല എന്നാലും ജസ്റ്റ് ഭർത്താവിന് മുഖത്തേക്ക് ഒന്ന് എനിക്ക് നാണം വരും. അല്ലെ സത്യത്തില് വിജയ് ഇവിടെ വന്നപ്പോഴത്തേക്ക് വിജയ് കാണാൻ പോയായിരുന്നോ? ഞങ്ങള് പോവാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അവിടുന്ന് പുള്ളിയുടെ അസിസ്റ്റൻസ് വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ഇവിടെ സ്റ്റേഡിയത്തിൽ എന്തോ ഷൂട്ടായിരുന്നു. അപ്പം മറ്റേ ബാരിക്കേഡ് എല്ലാം തകർത്ത് ഫാൻസ് അകത്ത് വന്ന് അങ്ങനെ ആകെ പ്രശ്നമായി. അപ്പം ബംഗൾ പ്രഭു സാറിന്റെ അസിസ്റ്റന്റ് പുള്ളിക്കാരിയുടെ പഴയ അസിസ്റ്റന്റ് ആണ്. ഓ അത് ശരി. അന്തകാലം എന്നപ്പോ ശരണി ഇങ്ങനെ മറ്റേ ദീർഘശ്വാസൊക്കെ അന്തകാലം ശരിക്കും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ്സിങ് ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞേ അതൊരു രസമാണ്. നമ്മള് ട്രാവലിങ്ങും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, ലാംഗ്വേജ്, ഭക്ഷണം, അത് വേറെ. ഇപ്പോഴത്തത് വേറൊരു ലൈഫ്. ഒരു ഡെന്റൽ സർജന്റെ 3 ചിരികളൊന്ന് കാണിച്ചു തരാമോ ശരണ്യ? എങ്ങനെ മനസ്സിലായില്ല? അതായത് ചിരി ഡോക്ടർ അല്ലേ ഇത്? കോസ്മെറ്റിക് ഡോക്ടർ അല്ലേ? അല്ലേ സ്മൈൽ ഡോക്ടർ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡാ. കാരണം എനിക്ക് ഞാൻ പറയില്ല, അത് ഭയങ്കര കൺസേൺ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ കാണിച്ചു കൊടുത്തത് 4 ഭാവം. ഞാൻ തന്നെ ഒന്ന് കാണിച്ചേ ഭർത്താവിന്റെ 4 ചിരികൾ. ഒന്ന് നോർമൽ ചിരി, അറിയാൻ മേലാത്ത ബന്ധുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ ചിരി. പിന്നെ നമ്മൾ ചിരി കൊടുത്തിട്ട് പിന്നെ ആൾക്കാർ തിരിച്ച് ചിരിക്കാത്തപ്പം ഇനിയും കളത്തില്ലേ ആ ചിരിയുണ്ട്. അത് സ്ഥിരമാ. ഞാൻ വലിയ കാര്യത്തിലൊക്കെ ചിരിക്കും. അത് സ്ഥിരമാ. ആരെങ്കിലൊക്കെ ഞാൻ എന്റെ മുഖത്തുണ്ടോ ഞാൻ ആദ്യം സ്മൈൽ കൊടുക്കും. അപ്പൊ ചില ആൾക്കാർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിക്കളെ. അപ്പൊ ഞാൻ പല്ലിന്റെ അടച്ച് ചിക്കൻ കഷ്ണം. ചില ആൾക്കാരൊക്കെ മറ്റേ നാച്ചുറലി ഗ്രംപി ആയിരിക്കും, ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ വേറെ വഴിയില്ല. പിന്നെ ഇഷ്ടപ്പെടാത്ത ചിരിയുണ്ട്. അതെന്താ? പല്ലിങ്ങനെ കടിച്ചു പിടി. പിന്നെ മറ്റേ പൂച്ചച്ചിരിയുണ്ട്. മറ്റേ പുള്ളിയുടെ മറ്റൊരു ഇതുണ്ടല്ലോ, മറ്റേ വെട്ടം സിനിമയിലൊരു മറ്റേ മീശ വെച്ചൊരു ട്രോൾ ഉണ്ടല്ലോ, ആ സാധനം. ശരണ്യയുടെ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതാ? യാരടിനി മോഹിനി കണ്ടിട്ടുണ്ട്, വേലായുധം കണ്ടിട്ടുണ്ട്. വേലായുധം എനിക്ക് ഇഷ്ടമുള്ള. എത്ര തവണ കണ്ടിട്ടുണ്ട്? എഴുതി വെക്കണം കേട്ടോ, അതിന് തൊട്ട് അടുത്ത ക്വസ്റ്റ്യനിൽ വീണ ചോദിക്കാം. ഒരു എന്തായാലും യാരടിനി മോഹിനി ഒരു
3 to 4 times കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അത്രേ ഉള്ളൂ, ഭയങ്കര കുറവാണ്. പ്രതീക്ഷിച്ചില്ല. ഞാനൊരു 10-12 ആണെന്നെങ്കിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ഒറ്റ പടേ ഉള്ളൂ, അതേതാ? യോധ. അതിന്റെ ഗോ ഞാനില്ലായിരുന്നു. ഇല്ല, അല്ല റിമ്പോർട്ട് ശരണ്യ സ്വയം ശരണ്യയുടെ കണ്ടകണ ഏറ്റവും കൂടുതൽ കണ്ടകണ സിനിമ ഏതായിരിക്കും? ശാരദീനി മോഹിനി. ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും, അപ്പൊ ആരെങ്കിലും വിളിച്ചു പറയും. ഇടയ്ക്ക് മറ്റേ കയറി ചാനലില് മറ്റേ വേലായുധത്തിന് മലയാളം ഇടാറുണ്ട്, അപ്പൊ എല്ലാരും വിളിച്ചു പറയും അനിയത്തി. അല്ല, ഇനി ഒരു സിനിമ വരുവാണെങ്കിൽ ഇന്നൊരു കഥാപാത്രം ചെയ്യണം അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. സിനിമ ചെയ്യണം എന്ന് എനിക്ക് ഇപ്പം നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം സിനിമ തിയേറ്ററിലൊക്കെ പോയി ചെയ്യുമ്പം ഇന്നതുപോലെ ചെയ്താൽ നമ്മളായിരിക്കും ഈ സ്ഥാനത്തെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കും. ഇപ്പം അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈമുണ്ട്. ചേട്ടൻ ഒന്ന് അഭിനയിച്ചൂടെ എന്നെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാനോ? പിന്നെ ചോദിച്ചിട്ടുണ്ടോ? അപ്പോഴോ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ മാത്രം ആഗ്രഹിച്ച പോലെ എന്നാലും അതിനുവേണ്ടി എന്തെങ്കിലും എഫേർട്ടുകൾ നടത്തിയിട്ടുണ്ടോ? എഫേർട്ട് എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെ കഥ എഴുതുന്നു അതിനകത്തല്ല എനിക്കൊരു കഥാപാത്രം ഇത് വേറൊരു വഴിയില്ല. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല, ഞങ്ങളുടെ ദുഃഖകരമായ കാര്യം. ഏകദേശം അത് ഓറിട്ടാണ് എഴുതുന്നത്, അതല്ലെങ്കിൽ അതെ, അത് കൂടുതലും മറ്റേ ശരീരം അനങ്ങാത്ത എന്തെങ്കിലും ആയിരിക്കും, വേർപ്പിന്റെ അസുഖമോ അതുകൊണ്ടെങ്കിൽ ചാടാത്തത് ഊമ പറ്റില്ല. നല്ല പാടാ. അത് തന്നെ. ഇനി എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ എന്താ? കോമൺ ആയിട്ടുള്ള ഡാൻസ് സ്കൂള് ബിൽഡിംഗ് ഒക്കെ ആകുന്നു, ഭയങ്കര ഫുള്ളി ഫ്ലഡ്ജ്ഡ് ആവുന്ന ഉടൻ തന്നെ അതൊന്നും ആദ്യം ഒന്ന് പൂർത്തീകരിക്കണം, അതാണ് ഇപ്പോഴത്തെ മെയിൻ ഗോൾ. ആണ്. പക്ഷെ അതിനകത്തേക്ക് അടുപ്പിക്കത്തില്ല എന്നാണല്ലോ ഞാൻ കേട്ടത്. അല്ല, മാർക്കറ്റിംഗ് പരിപാടി ഞാൻ അത്രേ ഉള്ളൂ, മാർക്കറ്റിംഗ് പരിപാടി സീൻസ് അത്രേ ഉള്ളൂ. എന്തോ മനസ്സിലായില്ല, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഡാൻസ് സ്കൂളിന്റെ മാർക്കറ്റിംഗ് പരിപാടി സെയിൽസ് ഞാനാ ചെയ്യുന്നത്. മാർക്കറ്റിംഗ് അതാ, എനിക്ക് അങ്ങനെയുള്ള പരിപാടിയിലൊന്നും താല്പര്യമില്ല, അറിയില്ല. ഈ മോള് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അച്ഛന്റെ അമ്മയുടെയും പ്രതികരണം? അത് ഡിപ്പെൻസ്, ഏതാണ് പടം എങ്ങനെയുള്ളതാണെന്ന് നോക്കിയിട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ ചെയ്യണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അവൾക്ക് ചെയ്യാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ. ഇപ്പൊ ഞങ്ങൾ ഓഡീഷൻസിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആണോ? നമ്മുടെ ഫ്രണ്ട്സ് 1-2 പേര് ഇങ്ങനെ ഞങ്ങൾ റീലൊക്കെ ചെയ്യുമ്പോൾ ഇവരെ ഉൾപ്പെടുത്തുമല്ലോ, ഇവരെ കാണും, മോനും മോളും ഒക്കെ കാണും. അപ്പൊ അങ്ങനെ 1-2 കുട്ടികളെ ആക്ട് ചെയ്യിപ്പിക്കാനാണ് ഏറ്റവും പാട്. ഈ ടൈമിങ്ങിനൊക്കെ ഡയലോഗ് ഇടുന്ന കാണുമ്പോഴത്തേക്ക് അവരെ വിളിച്ചിട്ട് ചോദിക്കുക വല്ല അഭിനയിക്കാൻ. ഇങ്ങനെ 1-2 സീൻ അവരെ അയച്ചു തരുമ്പോൾ നമ്മൾ ചെയ്യിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല, സിനിമയിലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അന്ന് വന്നത് ആദ്യമായിട്ട് ചെയ്ത പാമ്പേഴ്സിന്റെ ആഡ്. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം നന്നായി നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനി ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനായി ടെൻഷൻ അടിക്കേണ്ട. SMET, the complete solution for your educational enquiries.